ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ ക്യാരക്ടർ സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനെന്ന് പറഞ്ഞാൽ ടോക്കൺസ് ആണ്. അപ്പോൾ നമുക്ക് ടോക്കൺസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ടോക്കൺസ് ഇൻ സി പ്രോഗ്രാം, ടോക്കൺസ് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ദാറ്റ് ക്യാരി മീനിങ്. ഓക്കെ, അപ്പോൾ സി പ്രോഗ്രാമിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറേ പാർട്സുകളുണ്ട്. അതായത് സി പ്രോഗ്രാം ഉണ്ടാക്കിയേക്കണ തന്നെ ടോക്കൺസ് കൊണ്ടാണെന്ന് പറയാം. ഓക്കെ, ടോക്കൺസ് ഒരു പ്രോഗ്രാമിലുള്ള ചെറിയ പാർട്സുകളുണ്ട് കുറേ. ആ പാർട്സുകളാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോക്കൺസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം പോലും ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ സി പ്രോഗ്രാം. അതായത് സി പ്രോഗ്രാമിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ് നോക്കാം. ഫസ്റ്റ് വൺ കീവേഡ്, then identifiers, operators, special symbols, constant, string, data types. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. അത് കീവേഡ് എന്താണ്, ഐഡൻറ്റിഫയർ എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്താണ്, അത് നമ്മൾ എല്ലാം ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോക്കൺസ് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോക്കൺസ് ഇല്ലാണ്ട് നമുക്ക് ഒരു പ്രോഗ്രാമിലും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നിടത്ത് അതിനകത്ത് ഒരു കീവേഡ് ഉണ്ടാവും, പിന്നെ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യും, പിന്നെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും, സിമ്പിൾസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാൻ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ടോക്കൺസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ സി പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോക്കൺസ് എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കീവേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.